കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞങ്ങൾക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ മുഖമൊക്കെ നല്ല നിറം വയ്ക്കാനും മുഖത്തുള്ള കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ മാറി മുഖത്തിലെ ചുളിവുകളൊക്കെ മാറി നല്ല സോഫ്റ്റ് ആകാനൊക്കെ പറ്റിയ ഒരു ഈസി ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ ഇതിന് മെയിനായിട്ട് എടുത്തേക്കുന്നത് മുട്ടയുടെ വെള്ളയാണ്. മുട്ടയുടെ വെള്ള വെച്ചുള്ള ഫേസ് പാക്കാണ്. നമ്മൾ മുട്ടയുടെ വെള്ളയൊക്കെ ഉണ്ടല്ലോ ആഴ്ചയിൽ ഒരു 2-3 തവണയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള ചുളിവുകളൊക്കെ നല്ലവണ്ണം കുറയാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ്, അതൊക്കെ ഞായറാഴ്ച എന്ന് എനിക്ക് തോന്നുന്നത്, കഴിഞ്ഞ ഞായറാഴ്ച മുട്ടയുടെ വെള്ള വെച്ചുള്ളൊരു ഫേസ് പാക്ക് ഞാൻ തേച്ചായിരുന്നു. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ 1-2 തവണയൊക്കെ ഇങ്ങനത്തെ പാക്കുകളൊക്കെ ചെയ്യുവാണെങ്കിൽ ചുളിവുകൾ നല്ലോണം കുറയും. അപ്പോൾ ഇന്ന് മുട്ടയുടെ വെള്ള വെച്ചുള്ള ഫേസ് പാക്കാണ്. പക്ഷേ മുട്ടയുടെ വെള്ളയുടെ കൂടെ ഞാൻ വേറൊരു സാധനം കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് എന്തെങ്കിലും കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കരിഞ്ഞ് കിട്ടാനും ആ മുഖക്കുരൊക്കെ ഒന്ന് കുറയാനൊക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിന് മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൊച്ചു കൂട്ടുകാർ നമ്മളെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തൊന്ന് സഹായിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് മുട്ടയുടെ വെള്ള എടുക്കാം, ഒരു ഇടി കൊടുക്കാം മുട്ടയ്ക്ക്. ഞാൻ ഇത് മുഖത്ത് മാത്രം തേക്കുന്നതല്ലേ, നിങ്ങൾ തേക്കുമ്പോൾ മുഖത്തും കഴുത്തിലൊക്കെ തേച്ചോളൂ കേട്ടോ. ഇത് കഴുത്തിലേക്ക് ആവുന്നതുകൊണ്ട് ഞാനിപ്പോൾ കഴുത്തിൽ തേക്കുന്നില്ല. നമുക്ക് കുറച്ച് മുട്ടയുടെ വെള്ളം എടുക്കാം. അത് മതി. ഇത്രേ മതി. കണ്ടില്ലേ? ഇവിടെ ഭയങ്കര വെയിലടിക്കുന്നുണ്ട്, അതുകൊണ്ട് കാണത്തില്ല നിങ്ങൾക്ക്. ഇത്രയുണ്ട്, ശരിക്കും കാണിച്ചു കേട്ടോ. കാണിക്കണമെന്നില്ല, നമ്മുടെ മുഖത്ത് തേക്കാനുള്ള ആ അളവ് നമുക്ക് അറിയാലോന്നേ, അത്ര എടുത്തുള്ളൂ കേട്ടോ. ഇപ്പം കണ്ടില്ലേ? ഇനി നമ്മൾ ഇതിലോട്ട് മിക്സ് ചെയ്യണ സാധനമാണ് നമ്മുടെ പ്രിയപ്പെട്ട, നമ്മുടെ വീട്ടിൽ ഉണക്കി പൊടിപ്പിച്ചെടുത്ത മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി കണ്ടല്ലോ, കസ്തൂരി മഞ്ഞളൊന്നല്ല, സാദാ മഞ്ഞൾ കേട്ടോ. മഞ്ഞൾപ്പൊടിയാണ് നമ്മുടെ മുട്ടയുടെ വെള്ളയിൽ ചേർക്കുന്നത്. എന്താ, മുട്ടയുടെ വെള്ളയും മഞ്ഞൾപ്പൊടി നന്നായിട്ട് അങ്ങ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ടിപ്പ് ഇതാണ്. നമ്മുടെ മുഖത്തുള്ള കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കുറഞ്ഞു കിട്ടും. ടാനൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറും കേട്ടോ. പിന്നെ ഇതൊക്കെ തേച്ച് കൂടാതെ തന്നെ വെയിലത്തിറങ്ങരുത്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് വെയിലാണ്. ഇന്ന് ഞാനിപ്പോൾ എവിടെയും മുറ്റത്തൊന്നും ഇറങ്ങണമെന്നില്ല കേട്ടോ. നമ്മുടെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞു, അതുകൊണ്ട് മുറ്റത്തൊന്നും ഇറങ്ങണില്ല. വീട്ടിൻ്റെ അകത്ത് തന്നെയുള്ള പരിപാടികളൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് തേക്കുവാണെങ്കിൽ നിങ്ങൾ വെയിൽ കൊള്ളരുത് കേട്ടോ. വെയിൽ കൊണ്ടാൽ നമ്മുടെ മുഖമൊക്കെ നല്ലവണ്ണം ഒന്നും കൂടെ ടാൻ അടിക്കും. മഞ്ഞൾ അങ്ങനെയാണ്. മഞ്ഞൾ വെച്ചുള്ള ഫേസ് പാക്കുകളൊക്കെ തേച്ച് കഴിഞ്ഞ് നമ്മൾ മുറ്റത്തിറങ്ങിയാൽ നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഇരുണ്ടു പോകും കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ടയുടെ വെള്ളയിൽ ഇപ്പോൾ എന്ത് സാധനം മിക്സ് ചെയ്താലുണ്ടല്ലോ ഒന്നത് മിക്സ് ആവാനായിട്ട് കുറച്ച് താമസം എടുക്കും കേട്ടോ. ഇപ്പോൾ ഉണ്ട് മഞ്ഞളൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുകയാണ്. ഇപ്പം ഞാനെടുത്ത മഞ്ഞൾ ഇത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയം എനിക്കുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചെടുത്തോളൂ കേട്ടോ, ഇത്ര ഒന്നും എടുക്കണ്ടേ. ഇപ്പം ഞാൻ എടുത്തത് ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പം നോക്കിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മതി കേട്ടോ. മുഖമൊക്കെ നേരത്തെ കഴുകിയിട്ട് വന്നിരിക്കുന്നതാണ്. നമുക്ക് നമ്മുടെ പാക്കൊന്ന് ഇട്ട് കൊടുക്കാം, തേച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടല്ലോ, നമുക്ക് 2-3 മിനിറ്റ് റെസ്റ്റിന് വെച്ചിട്ട് തേക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ അന്നേരം മുട്ടയുടെ വെള്ളയും മഞ്ഞൾപ്പൊടി നന്നായിട്ട് അങ്ങ് മിക്സ് ആവുമല്ലോ. നമുക്കിത് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം.
അപ്പോൾ നെറ്റിയിലൊക്കെ നമുക്ക് പതുക്കെ ഇങ്ങ് തേച്ച് കൊടുക്കാവേ. മുടിയിലൊന്നും ആവണ്ട, മഞ്ഞപ്പൊടി ആയതുകൊണ്ട്. നമുക്കിത് 2 തവണയായിട്ട് നമ്മുടെ മുഖത്ത് അങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ. ഞാനിതെന്തായാലും കുളിക്കാൻ നേരത്ത് നമ്മൾ കഴുത്തിലും കൂടി ഒന്ന് തേച്ചിക്കും. കഴുത്തിലും കൂടെ നമ്മൾ പാക്ക് തേക്കണം കേട്ടോ, എങ്കിലാണ് ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കുറയുള്ളൂ. എൻ്റെ ഇല്ലിപ്പം എന്താ നെറ്റിരി സൈഡിൽ ഇപ്പോൾ എണ്ണമയുള്ള സാധനമൊക്കെ കഴിക്കുന്നുണ്ടാന്ന് തോന്നുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പഴംപൊരി, പരിപ്പ് വട ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ഉണ്ണീസ് പറയുന്നുണ്ടേ ചേട്ടാ ഈ കടയിൽ നിന്ന് സാധനങ്ങൾക്ക് മേടിച്ചിട്ട് വരുവേ. അത് തിന്ന് എൻ്റെ നെറ്റിയിലൊക്കെ കുരുക്കളുണ്ട്. അപ്പോൾ തിന്നാതിരിക്കാനും പറ്റില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് എണ്ണ പലഹാരങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നെറ്റിയിൽ കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ വരുന്നുണ്ട്. അപ്പം അത് കുറയാനുള്ള ടിപ്പുകളൊക്കെയാണ് കേട്ടോ ഇത്. നമുക്കിപ്പോൾ അത് വന്നാലും പ്രശ്നമില്ല, നമുക്കതനുസരിച്ചുള്ള ടിപ്സുകളൊക്കെ നമുക്കറിയാം. പിന്നെ എണ്ണയുള്ള സാധനങ്ങൾ അധികം കഴിക്കാതിരിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. കൊളസ്ട്രോൾ കുറയും, പിന്നെ വണ്ണം കുറഞ്ഞോളും. ഇതിപ്പോൾ കുറേ സാധനം തിന്നുകൊണ്ട് ഇപ്പോൾ ഇച്ചിരി വണ്ണമൊക്കെ വെച്ചിട്ടുണ്ട്. വണ്ണം കുറയാനും എണ്ണയുള്ള സാധനം, എണ്ണ പലഹാരങ്ങൾ കഴിക്കാതിരുന്നാൽ മതി. അപ്പോൾ മുഖത്ത് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തേച്ച് ഇങ്ങനെ മസാജ് ചെയ്യാം കേട്ടോ. നമ്മുടെ കവളിൽ ഇങ്ങനെ നല്ലവണ്ണം ഇങ്ങനെ മസാജ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പോൾ എന്ത് ഫേസ് പാക്കാണ്, ഇപ്പോൾ വെറും വെളിച്ചെണ്ണയാണെങ്കിലും എണ്ണയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്യുകയാണെങ്കിൽ കവളിങ്ങനെ തുടുത്ത് വരാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എൻ്റെ കവള് കണ്ടല്ലോ മുമ്പത്തേക്കാളും ഇപ്പോൾ നല്ലൊരു തുടുപ്പ് വന്നിട്ടുണ്ട്. നമ്മളിതുപോലെ തന്നെ നമ്മുടെ ഓയിലുണ്ടല്ലോ ദിനേശ് വല്ലാതി കയറുതൽ, അത് ദിവസം തേക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ ചെറിയ രീതിയിൽ മസാജൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാന്ന് തോന്നുന്നു കവള് നന്നായിട്ടൊന്നുമില്ല, എന്നാൽ മുമ്പത്തേക്കാളും ചീർത്ത് വന്നിട്ടുണ്ടേ. അപ്പോൾ അതാ ഞാൻ നല്ലവണ്ണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വലിയല്ലോ, ഒരുപാടങ്ങ് വലിയണ്ട, ജസ്റ്റ് ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ തേക്കുമ്പോൾ കണ്ടോ മുഖത്തും കഴുത്തിലും കൂടെ ഒന്ന് തേച്ച് കൊടുക്കണം. എൻ്റെ ഡ്രസ്സിൽ മഞ്ഞക്കറ വരുന്നത് കൊണ്ടാണ്, ഞാൻ ഡ്രസ്സിൽ ആവുന്നതുകൊണ്ടാണ് ഞാൻ കഴുത്തിൽ തേക്കാത്തത്. നിങ്ങൾ തേക്കുമ്പോൾ കഴുത്തിലും കൂടെ തേക്കാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ചുളിവുകളൊക്കെ നല്ലവണ്ണം കുറയുകയും മുഖക്കുരുവിൻ്റെ പാടുകൾ കുറയും, മുഖക്കുരു കുറയും, മുഖം നല്ല ഗ്ലോ ആവാനൊക്കെ അടിപൊളി പാക്കാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പാക്ക് ഇട്ടതുകൊണ്ട് തന്നെ ഇപ്പോൾ സംസാരിക്കുന്നത് കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വലിഞ്ഞങ്ങ് മുറുകും കേട്ടോ. അന്നേരം സംസാരിക്കുകയും ചെയ്യരുത്, നമ്മുടെ ചുളിവുകൾ ഒന്നും കൂടെ കൂടുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ നിന്നൊക്കെ വലിഞ്ഞ് വരുന്നുണ്ടേ. അപ്പം ജസ്റ്റ് ഒന്ന് ഇവിടെ നെറ്റിയുടെ ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഉണങ്ങട്ടെ, എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് വലിഞ്ഞിട്ടുണ്ട് കേട്ടോ, നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. 2 തവണ തേച്ചാൽ മതി കേട്ടോ. ഞാൻ വല്ല മഞ്ഞപ്പൊടി ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. നിങ്ങൾ ഇത്ര മഞ്ഞപ്പൊടി എടുക്കണ്ട കേട്ടോ, അതിനുള്ള മഞ്ഞപ്പൊടി എടുത്താൽ മതി. സംസാരിക്കുന്നതിനിടയിൽ മഞ്ഞപ്പൊടി അത്ര ഇട്ടുപോയി. മുഖത്ത് തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ, ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ വലിഞ്ഞിങ്ങനെ മുറിയിക്കോളും കേട്ടോ. അങ്ങനെ നമുക്ക് കഴിക്കണം. ഒരു 10 മാക്സിമം ഒരു 15 മിനിറ്റ് എന്നിട്ട് നമുക്ക് പതുക്കെ അങ്ങ് തുടച്ച് മാറ്റാം. നല്ല റിസൾട്ട് തരുന്ന തന്നെയാണ്, ഒരു സൂപ്പർ ഫേസ് പാക്ക് ആണ് ഇത്. ഇതുവരെ ട്രൈ ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ ട്രൈ ചെയ്തോളൂ കേട്ടോ. പ്രത്യേകിച്ച് മുഖക്കുരു വന്ന ആൾക്കാർ, മുഖം ഇങ്ങനെ ടാൻ അടിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ, അവർക്കുള്ള ഒരു അടിപൊളി ഒരു ഫേസ് പാക്കാണിത്. മുട്ടയുടെ വെള്ളം വെച്ചിട്ട് ഫേസ് പാക്ക്. അത് മാത്രമല്ല ചുളിവുകൾ കുറയാനും ഈ ഒരു പാക്ക് അടിപൊളിയാണ്. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് കഴിയുമ്പോൾ കാണാം.
നമ്മുടെ പാക്കഡ് നന്നായിട്ട് അങ്ങ് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഡ്രൈ ആവേ. നമുക്ക് വെള്ളം കൊണ്ട് തുടച്ചു കൊടുത്ത് ഒരു മസാജ് തുടച്ച് മാറ്റാവേ. മുക്കുകൂരൊക്കെ വേഗം തന്നെ കുറഞ്ഞോളൂ കേട്ടോ. അതായത് ഒരുപാട് ഇങ്ങനെ ഈ പഴുത്തിരിക്കുന്ന മുഖക്കൂരില്ല, അതല്ല ഞാൻ പറഞ്ഞത്. ചെറിയ ചെറിയ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തരിതരി പോലത്തെ മുഖക്കൂരുണ്ടാവില്ലേ, അങ്ങനത്തെ മുഖക്കൂരുള്ളവർക്കൊക്കെ ഈ ഒരു പാക്ക് സൂപ്പർ റിസൾട്ട് തരുന്ന തന്നെയായിരിക്കേ. ചെറുതായിട്ടൊരു മഞ്ഞ നിറമുണ്ട് മുഖത്ത്, അങ്ങനെ ഒരുപാടൊന്നും മഞ്ഞ കളറില്ല കേട്ടോ. കണ്ടില്ല, തുടച്ച് മാറ്റുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടേ. മുഖം നല്ല ക്ലിയർ ആവേ. നല്ലൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകണില്ലേ, മുഖം കഴിയുമ്പോൾ നമ്മുടെ മുഖം നല്ല ഒരു ക്ലിയർനെസ് നമുക്ക് തോന്നില്ലേ, അതുപോലെ തന്നെ തോന്നട്ടെ ഈ ഒരു പാക്ക് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ മുട്ടയുടെ വെള്ള തന്നെ മുഖത്ത് തേച്ചാലും നിറം വയ്ക്കാൻ നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ അത് തന്നെ തേച്ചാൽ നമ്മുടെ മുഖക്കുരൊക്കെ കുറയും, ചുളിവുകളൊക്കെ കുറയും, മുഖം നിറം വയ്ക്കാനും ഒക്കെ മുട്ടയുടെ വെള്ളം നല്ലതാണ്. പക്ഷെ ഇന്ന് കയറി നമുക്ക് എല്ലാ ദിവസവും ഈ ഒരു പാക്ക് തേയ്ക്കാനും പറ്റില്ല. ആഴ്ചയിൽ ഒരു 3 തവണ മാത്രം ഈ പാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ആഴ്ചയിൽ 3 തവണ മാത്രം. അപ്പോൾ ഞാനിതാ വെള്ളം കൊണ്ടങ്ങ് തുടച്ച് മാറ്റിയിട്ടുണ്ട്. ചെറുതായിട്ടൊരു മഞ്ഞ കളറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തത് ഇച്ചിരി മഞ്ഞപ്പൊടിയുടെ അളവ് ഇച്ചിരി കൂടിയായിരുന്നു, അതുകൊണ്ടാണ് ഒരു മഞ്ഞപ്പ് തോന്നുന്നത്. അപ്പോൾ ശരിക്കും കഴുകിയിട്ടുമില്ല, ജസ്റ്റ് ഈ വെള്ളത്തിൽ അങ്ങ് തുടച്ചെടുത്തുന്നുള്ളൂ. നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനിത് മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്, ഒന്നും കൂടെ കഴുകിട്ടോ. അപ്പോൾ എനിക്ക് നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു, മുഖം നല്ലൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ മുഖമൊക്കെ നല്ല ക്ലിയർ ആവില്ലേ, അതുപോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓയിൽ സ്കിന്നുകാർക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന തന്നെയായിരിക്കും. അതായത് മുഖക്കുരു വേഗം തന്നെ കുറയട്ടെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞിക്കുറുമ്പിയുടെ വന്നിട്ടുണ്ട്. ഇപ്പം ക്ലാസ്സൊക്കെ തുടങ്ങി, ഇവർക്ക് പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കിസ് കോമ്പറ്റീഷൻ എപ്പോഴാണ്? തിങ്കളാഴ്ച കേട്ടോ. അപ്പോൾ അതിൻ്റെ പഠിക്കുന്നു, ഞാൻ പുറകെ നടക്കണം കേട്ടോ. എവിടെ ഞാൻ കുറേ നിർബന്ധിച്ചെങ്കിൽ മാത്രം ബാർബീനൊക്കെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് കളിപ്പിക്കലായിരുന്നു. ഇവിടെ ഇരുന്നുകൊണ്ട് വെള്ളത്തിൽ മുക്കിയെടുക്കുന്നു. അതിൻ്റെ നല്ല ഡ്രസ്സ് ഉണ്ട് കേട്ടോ. ആ ഡ്രസ്സുകളൊക്കെ അഴിച്ചു മാറ്റി അവരുടേതായ രീതിയിലൊക്കെ ഡ്രസ്സുകളൊക്കെ സാരിയൊക്കെ ചുറ്റിച്ച് വെച്ച് ഒരു വൃത്തികെട്ട രൂപത്തിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്ത് നല്ല പാവയായിരുന്നു ബാർബി, ആ രീതിയിലേക്ക് ആക്കിയെടുത്തു. സ്കൂൾ അല്ല ഇപ്പം 3 ദിവസം അവധി ആയിരുന്നല്ലോ. ഇന്നലെ അവധി, ഇന്ന് അവധി, നാളെ അവധി. നാളെ എന്ത് കാണിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇന്നലെ വേറെന്തോ കുർത്തക്കേടായിരുന്നു, ഇന്ന് വേറെ, നാളെ എന്താണെന്ന് ആർക്കറിയാം. എൻ്റെ 2 അടിയും കിട്ടി കേട്ടോ. ആ പാവനത്തെ വെള്ളത്തിൽ മുക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഇനി അടി വേണോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകാൻ കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാവേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.